നമസ്കാരം. അടുത്ത വർഷം ആദ്യം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുപക്ഷെ ഒരു ടെസ്റ്റ് ഡോസ് ആയിരിക്കാം ഇനിയിപ്പോൾ അടുത്ത് തന്നെ നടക്കാൻ പോകുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ്. 3 മുന്നണികളും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് വേണ്ടിയുള്ള വിവിധ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്ന തിരക്കിലാണ്. എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പതിവായി ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ അവസാന നിമിഷം മാത്രം തീരുമാനമെടുക്കുന്ന കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഇപ്പോൾ മറ്റ് 2 മുന്നണികളെക്കാൾ മുന്നിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. തിരുവനന്തപുരം കോർപ്പറേഷൻ എന്തു വന്നാലും പിടിക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഇപ്പോൾ UDF മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. KPC മുൻ അധ്യക്ഷനും മുതിർന്ന നേതാവുമായ K. മുരളീധരൻ തന്നെയാണ് ഇതിനെല്ലാം തന്നെ ചുക്കാൻ പിടിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് മുൻ MLA ആയ KS ശബരിനാഥനെ അവർ കളത്തിലിറക്കാൻ തീരുമാനിച്ചത്. ശബരിനാഥൻ താമസിക്കുന്ന ശാസ്തമംഗലം വാർഡ് വനിതാ വാർഡായതുകൊണ്ട് തന്നെ അദ്ദേഹം കവടിയാർ വാർഡിലായിരിക്കും മത്സരിക്കുക. ശബരിനാഥനെ പോലെ ഭാവിയെക്കുറിച്ച് ഒരുപാട് പ്രതീക്ഷകളുള്ള, വളരെ ഉന്നത വിദ്യാഭ്യാസമുള്ള, 2 തവണ MLA ആയിരുന്ന ഒരാൾ പട നയിക്കാൻ എത്തുന്നത് UDFനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. വളരെ കാലത്തിന് ശേഷം വളരെ ഹ്രസ്വകാലം മാത്രമാണ് കോൺഗ്രസ്സിന് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കാൻ കഴിഞ്ഞത്. CPM നേതാവായിരുന്ന സ്റ്റാൻലി സത്യനേശൻ അക്കാലത്ത് CPM വിട്ട് CMP ചേരുകയും അങ്ങനെ കോൺഗ്രസുമായി ചേർന്ന് അദ്ദേഹം മേയറായിരിക്കുകയും ചെയ്ത സംഭവം ഒഴിച്ചാൽ പതിറ്റാണ്ടുകളോളമായി കോൺഗ്രസ്സിന് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണത്തിൻ്റെ അടുത്ത് പോലും എത്താൻ കഴിയാത്ത അവസ്ഥയാണ്. അതൊക്കെ മാറ്റി പുതിയ തലമുറയിൽപ്പെട്ട ഒരു വലിയ സംഘം ചെറുപ്പക്കാരെ കളത്തിലിറക്കി കോർപ്പറേഷൻ പിടിക്കാൻ തന്നെയാണ് കോൺഗ്രസിൻ്റെ നീക്കം. 48 സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമായി എന്ന് പറയുമ്പോൾ തന്നെ കോൺഗ്രസ്സുകാർ എത്രത്തോളം ഇക്കാര്യത്തിൽ സജ്ജരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവരിൽ ഏറ്റവും ശ്രദ്ധേയയായ ഒരു സ്ഥാനാർത്ഥിയാണ് വൈഷ്ണ സുരേഷ്. 24-കാരിയായ തിരുവനന്തപുരത്തെ KSUവിൻ്റെ ജില്ലാ വൈസ് പ്രസിഡൻറ്റ്. ടെക്കിയാണ്. എല്ലാ മേഖലകളിലും മിടുക്കി എന്ന് തെളിയിച്ച ഒരാളാണ് വൈഷ്ണ സുരേഷ്. ഒരു ബഹുമുഖ പ്രതിഭ എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. അത് സംഗീതത്തിലാണെങ്കിലും ടെലിവിഷൻ പരിപാടികളുടെ അവതരണത്തിലാണെങ്കിലും ഒക്കെ തന്നെ മുന്നിട്ട് നിൽക്കുന്ന, KSUവിൻ്റെ തിരുവനന്തപുരത്ത് നടക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട പ്രക്ഷോഭങ്ങളിലൊക്കെ തന്നെ മുന്നണി പടയാളിയായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് വൈഷ്ണ സുരേഷ്. വൈഷ്ണയെ സംബന്ധിച്ചിടത്തോളം KSUവിന് കടന്നു ചെല്ലാൻ കഴിയാത്ത മേഖലകളിലൊക്കെ തന്നെ പ്രവർത്തിച്ച ഒരു പാരമ്പര്യം അവർക്കുണ്ട്. പത്രപ്രവർത്തനം പഠിച്ചിട്ടുണ്ട്. അങ്ങനെ വിവിധ മേഖലകളിൽ തൻ്റെ കഴിവ് തെളിയിച്ച ഒരു യുവതിയാണ് ഇവർ ഇപ്പോൾ സ്ഥാനാർത്ഥിയെ കണ്ടിട്ടുള്ളത്. 24 വയസ്സ് മാത്രം പ്രായമുള്ള വൈഷ്ണയെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് ഒരുപക്ഷെ ആര്യ രാജേന്ദ്രൻ കഴിഞ്ഞ പ്രാവശ്യം വിജയിച്ച് കയറി മേയറായതുപോലെ തന്നെ തിരുവനന്തപുരത്ത് തവണ വനിതാ സംവരണം അല്ലെങ്കിൽ പോലും വൈഷ്ണ സുരേഷിനെയൊക്കെ പോലെയുള്ള ചെറുപ്പക്കാരെ രംഗത്തിറക്കിയാൽ കോൺഗ്രസ്സിന് കൂടുതൽ അക്കാര്യത്തിൽ കരുത്ത് കാട്ടാൻ കഴിയും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൻ്റെ കൂടി ഭാഗമായിട്ടാണ്. ഏതായാലും K. മുരളീധരൻ തന്നെയാണ് ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്നത് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപക്ഷെ ഈ ദിവസങ്ങളിൽ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മുഴുവൻ സ്ഥാനാർത്ഥികളുടെയും പട്ടിക തയ്യാറാക്കാൻ തന്നെയാണ്, അതിന് പുറത്തുവിടാനാണ് UDF തീരുമാനിച്ചിട്ടുള്ളത്. ഘടകകക്ഷികൾക്കും സീറ്റ് കൊടുത്താലും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ നേരത്തെ തീരുമാനിക്കാൻ കഴിഞ്ഞാൽ അത് കോൺഗ്രസിന് ഏറെ അഭിമാനകരമാവും. പക്ഷേ തിരുവനന്തപുരത്ത് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ പ്രധാന പ്രതിപക്ഷമായ BJP സംബന്ധിച്ചിടത്തോളം അവർ ആശയക്കുഴപ്പങ്ങളിലാണ് ഇപ്പോൾ പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ കോർപ്പറേഷനിലെ അംഗങ്ങളായിരുന്ന പ്രമുഖരായ പല BJP നേതാക്കളുടെയും സീറ്റുകൾ ഇത്തവണ സംവരണ സീറ്റുകളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കൂടാതെ തിരുവനന്തപുരത്തെ കൗൺസിലറായിരുന്ന അനിൽകുമാറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിഷയങ്ങൾ അത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഇലക്ഷനെ BJPയെ ദോഷകരമായി ബാധിക്കുമെന്നാണ് പൊതുവെ കണക്കൂട്ടപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം BJPയുടെ മുതിർന്ന നേതാവായ MS കുമാറും ഇത് സംബന്ധിച്ച ചില സൂചനകൾ നൽകിയിരുന്നു. താൻ അധ്യക്ഷനായുള്ള ഒരു സഹകരണ സംഘത്തിലെ BJP നേതാക്കൾ ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കാത്തതിൻ്റെ ഉത്തരവാദിത്വം ഇപ്പോൾ തൻ്റെ തലയ്ക്ക് വന്ന് പെട്ടിരിക്കുന്നതും തനിക്ക് അനിലിൻ്റെ ഒരു അവസ്ഥയിലേക്ക് താൻ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടുമൊക്കെയാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. ഇതൊക്കെ തന്നെ അനിലിൻ്റെ മരണം ഒരുപക്ഷെ BJPക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ വലിയൊരു തിരിച്ചടിയെ മാറാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്ത്യയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറൊക്കെ അവതരിപ്പിച്ചെങ്കിൽ പോലും ചെന്ന് തൊട്ടതെല്ലാം വിവാദമായി മാറിയ ഒരു അനുഭവമാണ് ഈ ഭരണസമിതിക്കുള്ളത്. അത് മേയറാണെങ്കിലും മേയർക്കൊപ്പമുള്ളവരാണെങ്കിലും ഒക്കെ തന്നെ നിരന്തരമായി വെറും പബ്ലിസിറ്റി മാത്രമാണ് നടത്തുന്നത് എന്നും യാതൊരു തരത്തിലുമുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നില്ല എന്നുള്ളതിൻ്റെയും വ്യക്തമായ തെളിവുകൾ, അതുപോലെ മേയർ നടത്തുന്ന ചില ആവശ്യമില്ലാത്ത അനാവശ്യ ഇടപെടലുകൾ, ഇതൊക്കെ തന്നെ ഒരു നെഗറ്റീവ് ഇമേജാണ് തിരുവനന്തപുരം നഗരസഭയിൽ ഇടതുപക്ഷത്തെക്കുറിച്ച് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രാഷ്ട്രീയപരമായി ഇത് മുതലെടുക്കാൻ ഏറ്റവും നല്ല അവസരങ്ങളൊന്നായി ഇത് മാറും. നമ്മൾ തൃശ്ശൂരിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രിയുടെ സ്വാധീനമാണ്. ഒരുപക്ഷെ ആദ്യമായി കേരളത്തിൽ BJP സ്ഥാനാർത്ഥിയായി ലോക്സഭയിലേക്ക് ജയിച്ച ആൾ അദ്ദേഹമാണ്. തൃശ്ശൂർ കോർപ്പറേഷൻ ഒരുപക്ഷെ ഇത്തവണ BJP പിടിച്ചെടുക്കാനുള്ള എല്ലാ സാധ്യതകളും അവർ ആരായുന്നുണ്ട്. മാത്രമല്ല നിലവിലെ കോർപ്പറേഷൻ മേയറായ MK വർഗീസ് അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് ഇടതുമുന്നണിയിലേക്ക് എത്തിയ ആളാണ്.
നിരന്തരമായി സുരേഷ് ഗോപിയെ പുകഴ്ത്തുന്നതൊക്കെ തന്നെ പലർക്കും സംശയം ജനിപ്പിക്കുന്ന കാര്യമാണ്. എങ്കിലും എന്ത് വില കൊടുത്തും തൃശ്ശൂർ കോർപ്പറേഷൻ കൂടി പിടിക്കാനുള്ള ശ്രമം തന്നെയാണ് ഇക്കുറി BJP നടത്തുന്നത്. കോഴിക്കോട് കോർപ്പറേഷനിലും നിരവധി പ്രതിസന്ധികളുണ്ട്. കോർപ്പറേഷൻ ഭരണം ഇത്തവണ മെയ്ന ഫിലിപ്പിനെ ഏൽപ്പിച്ചെങ്കിൽ പോലും അവിടെ CPM നേതാക്കൾ ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് നടത്തി മൊത്തം പ്രശ്നങ്ങളുണ്ടാക്കി എന്നുള്ളൊരവസ്ഥയുണ്ട്. കൊല്ലം, കണ്ണൂർ കോർപ്പറേഷനുകളെപ്പോഴും നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത രീതിയിലുള്ളതാണ്. CPMൻ്റെ ശക്തികേന്ദ്രമായ കണ്ണൂരിൽ പോലും കോൺഗ്രസ്സാണ് അവിടെ ഭരണം നടത്തുന്നത്. കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിലെ ഗ്രൂപ്പുകൾ തന്നെയാണ് പലപ്പോഴും കോൺഗ്രസിനെ പിന്നോട്ടടിക്കുന്നത്. അതുപോലെ ജില്ലാ പഞ്ചായത്തുകളിലുമൊക്കെ തന്നെ ഗ്രാമപഞ്ചായത്തുകളിലുമൊക്കെ കൂടുതൽ ജനകീയരായ ആളുകളെ സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസ് നടത്തുന്ന നീക്കങ്ങൾ ഏറെ ശ്രദ്ധേയമാണ്. കണ്ട് മടുത്ത പതിവ് മുഖങ്ങളെ പരമാവധി ഒഴിവാക്കിക്കൊണ്ട് പുതിയ ആളുകളെ രംഗത്തെത്തിക്കാനും അതും നല്ല ഉന്നത വിദ്യാഭ്യാസമുള്ള പ്രൊഫഷണലുകളായ സമൂഹത്തിലെ നല്ല നിലയും വിലയുമുള്ള, അതായത് ആളുകൾ അംഗീകരിക്കുന്ന ആളുകളെ സ്ഥാനാർത്ഥിയാക്കി ഭരണം പിടിക്കാൻ തന്നെയാണ് കോൺഗ്രസ് മുന്നിട്ടിറങ്ങുന്നത്. കേരളത്തിലെ തന്നെ വിവിധ ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് തലത്തിലുമൊക്കെ തന്നെ ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളെ കണ്ടെത്താനാണ് അവർ ശ്രമിക്കുന്നത്. അതേസമയം ഇടതുപക്ഷമാകട്ടെ വീണ്ടും കിറ്റ് നൽകിയും വാഗ്ദാനം നൽകിയും ഒക്കെ തന്നെ ഭരണത്തിൽ കയറാനുള്ള ശ്രമമാണ് നടത്തുന്നത്. കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി വാരിക്കോരി വാഗ്ദാനങ്ങൾ പ്രഖ്യാപിച്ചത് നമ്മളൊക്കെ കണ്ടതാണ്. ഒരുപക്ഷെ ഇതൊക്കെ താഴെ തലങ്ങളിൽ നിന്ന് തന്നെ പാർട്ടി പ്രവർത്തകർ ജനങ്ങളിലേക്ക് ഇവയെല്ലാം എത്തിച്ച് തങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്ന് ബോധ്യപ്പെടുത്തി അധികാരം നിലനിർത്താനും പഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും എല്ലാം പിടിച്ചെടുക്കാനുമുള്ള ഒരു ശ്രമമാണ് CPM നടത്തുന്നത് എന്നുള്ള ആ ഒരു നീക്കം മുഖ്യമന്ത്രിയുടെ ഈ പത്രസമ്മേളനത്തിൽ നിന്ന് വളരെ നമുക്ക് വ്യക്തവുമാണ്. ഏതായാലും ഇത്തവണത്തെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ഒരു കാര്യം ഉറപ്പാണ്, ഇതൊരു ടെസ്റ്റ് ഡോസ് ആയിരിക്കും. കേരളത്തിലെ ഇടതുമുന്നണി സർക്കാരിനെ ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചിക തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് നമുക്കായി നൽകുന്നത്. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായി ഭരിച്ച് ഒരു ഭരണവിരുദ്ധ വികാരം വലിയ തോതിൽ ഉണ്ടാക്കിയിട്ടുള്ള സർക്കാരാണ് പിണറായി സർക്കാർ. അതുകൊണ്ട് തന്നെ ഈ സർക്കാരിനെതിരായ വിധിയെഴുത്ത് നടത്താൻ തങ്ങൾ പരമാവധി ശക്തി ഉപയോഗിക്കണം എന്നുള്ള ഒരു നിലപാടിലാണ് കോൺഗ്രസ്. എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം എറണാകുളം ജില്ല പ്രതിപക്ഷ നേതാവിൻ്റെ കൂടി ജില്ലയാണ്. അവിടെ DC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിൻ്റെ നേതൃത്വത്തിൽ വളരെ ശക്തമായ തോതിലുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ സാധാരണ ഇതിൽ ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തുകളും ഒക്കെ തന്നെ അതുപോലെ നിയമസഭാ സീറ്റുകളും എപ്പോഴും കോൺഗ്രസ് കൂടുതൽ നേടാറുള്ളതാണെങ്കിൽ പോലും ഇത്തവണ കോർപ്പറേഷൻ അവർക്ക് ലഭിച്ചിരുന്നില്ല. അതിന് തൊട്ട് മുമ്പ് എവറസ്റ്റ് ചമ്മണി കോർപ്പറേഷൻ മേയറായിരുന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ എങ്ങനെയും കോർപ്പറേഷൻ ഭരണം വീണ്ടും പിടിച്ചെടുക്കാനുള്ള ശ്രമം തന്നെയാണ് അവിടെ നടക്കുന്നത്. അവിടെ എല്ലാം തന്നെ സംഭവിക്കുന്നത് ചെറുപ്പക്കാരായ ഒരു വലിയ സംഘം നേതാക്കൾ ഇപ്പോൾ കോൺഗ്രസ്സിൽ ഉയർന്നു വരുന്നുണ്ട്. അവർക്ക് മതിയായ പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇതിനെ CPM ഏതൊക്കെ കുതന്ത്രങ്ങളിലൂടെ നേരിടുമെന്നും BJPക്ക് എത്രത്തോളം പിടിച്ചു നിൽക്കാൻ ഈ തെരഞ്ഞെടുപ്പിന് കഴിയും എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. രാജീവ് ചന്ദ്രശേഖരനെ പോലെ വളരെ പ്രഗത്ഭനായ ഒരാൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം നടക്കുന്ന ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് എന്നുള്ളൊരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. ഇതിനെ എങ്ങനെയായിരിക്കും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള BJP നേരിടുക എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഏതായാലും 3 മുന്നണികളും അംഗത്തിനിറങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയെങ്കിൽ പോലും കോൺഗ്രസ് തന്നെയാണ് നിലവിൽ ഒരുപടി മുന്നിൽ നിൽക്കുന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും.